നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഒരുപാട് കുട്ടികൾ അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ISROയുടെ ക്ലാസ്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും വിംബിൾഡൺ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ലഗ്രാഞ്ചി പോയിൻ്റ് ആണെങ്കിലും ഇല്ലേ, അപ്പോൾ ഒത്തിരി പോയിൻറ്റ്സ് വന്നിട്ടുണ്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ നിന്ന്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വളരെ കുറച്ച് സമയമായുള്ളൂ നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? അപ്പോൾ എന്തായാലും തുടർന്നും ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകൾ വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് നാഷണൽ അവാർഡ്സ് ആണ്. ഓക്കെ, സാഹിത്യപരമായിട്ടുള്ള നാഷണൽ അവാർഡ്സ് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. ഇത് സാഹിത്യത്തിന് പുറത്ത് അല്ലാതെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ അവാർഡ്സ് പെക്യുലർ ആയിട്ടുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സാണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 2021-22 ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം കാണുമ്പോഴത്തേക്കും, കാരണം നമ്മൾ ഡിജിറ്റൽ സംസ്ഥാനമൊക്കെ അല്ലേ കേരളം, അത് കാണുമ്പോഴത്തേക്കും നമുക്ക് കേരളം എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കേരളം എഴുതരുത്. 2021-22 ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയത് ആരാണ്? അത് പഞ്ചാബാണ്. ഓക്കെ, അപ്പോൾ 2021-22 ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയത് പഞ്ചാബാണ്. സ്റ്റേറ്റ്മെൻ്റ് ആക്കുവാണെങ്കിൽ രണ്ടാമത് കേരളം എന്നുള്ളത് ശരിയാണ്. ഓക്കെ, ഒന്നാമത് പഞ്ചാബ്, രണ്ടാമത് കേരളം. ഇനി നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി ആരാണ്? ഗീത AR. ഓക്കെ, അപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഏത് മേഖലയിലാണ് പ്രശസ്ത എന്ന് നമുക്കറിയാം. നഴ്സിംഗ് ആയിരുന്നു അല്ലേ? അപ്പോൾ നഴ്സിംഗ് മേഖലയിൽ തന്നെ പ്രശസ്തയായിട്ടുള്ള ഗീത AR. ഓക്കെ, കൊല്ലംകാരിയാണ് അല്ലേ? അപ്പോൾ ഗീത ARനാണ് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് 2023 ലഭിച്ചത്. മലയാളിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത് ബീഹാരി പുരസ്കാരം. ഓക്കെ, കവിതാ മേഖലകളിലും സാഹിത്യ സാംസ്കാരിക മേഖലകളിലും നൽകുന്നൊരു പുരസ്കാരമാണ് ബീഹാരി പുരസ്കാരം. ബീഹാരി പുരസ്കാരം 2022 നേടിയത് ആരാണ്? അത് ഡോക്ടർ മാധവ് ഹദല. 32ാമത്തെ പുരസ്കാരമാണിത്. ആരാണ്? ഡോക്ടർ മാധവ് ഹദല. അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ഇത് ലഭിച്ചത്? പ്രചംഗ ചോല പഹാർ സഖി. പ്രചംഗ ചോല പഹാർ സഖി. അപ്പോൾ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? 2021-22 ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയത് പഞ്ചാബ്, രണ്ടാമത് കേരളം. നഴ്സിംഗിൽ മികവ് പുലർത്തുന്ന അല്ലെങ്കിൽ ആതുര സേവനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വനിതകൾക്ക് നൽകുന്ന അവാർഡാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? അത് ഗീത AR. ബിഹാരി പുരസ്കാരം നമ്മുടെ നാഷണൽ ലെവലിൽ നൽകുന്ന മറ്റൊരു പുരസ്കാരമാണ് ബിഹാരി പുരസ്കാരം. ബിഹാരി പുരസ്കാരം 32ാമത്തെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ഡോക്ടർ മാധവ് ഹദല. ഓക്കെ, ഡോക്ടർ മാധവ് ഹദലയാണ്. കൃതി ഏതാണ്? പ്രചംഗ് ചോല പഹാർ സഖി. അടുത്തത് 31ാമത്തെ ബിഹാരി പുരസ്കാരം ലഭിച്ചതാണെങ്കിലോ മധുവിനാണ്. നമ്മുടെ സിനിമാ നടൻ മധുവിനെയൊക്കെ ഓർക്കാം അല്ലേ? മധു കങ്കരിയയ്ക്കാണ് 31ാമത്തെ ബിഹാരിയ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 31ാമത്തെ ബിഹാരി പുരസ്കാരം ജേതാവാരാണ്? മധു കങ്കരിയ. 32ാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മാധവ് ഹദല. അപ്പോൾ മധു കങ്കരയ്ക്ക് ഏത് കൃതിക്കാണ് ബിഹാരിയ പുരസ്കാരം ലഭിച്ചത്? ഹം യഹാൻ തേ. ഹം യഹാൻ തേ. ഓക്കെ, അപ്പോൾ 31ാമത്തെ പുരസ്കാര ജേതാവായ മധു കങ്കരയ്ക്ക് ഏത് കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ബിഹാരി പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ഹം യഹാൻതെയാണ്. അടുത്തത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നേടിയ ആദ്യത്തെ ജമ്മു കാശ്മീർ വനിത. ആദ്യത്തെ ജമ്മു കാശ്മീരിൽ നമുക്കറിയാം അല്ലേ, ഇങ്ങനെയുള്ള പദവികളിൽ സ്ത്രീകൾ വരുന്നത് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് തേടി ചെല്ലുന്നു. ഇപ്പോൾ ഒരു സാധാരണ സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ജമ്മു കാശ്മീർ. അതിൻ്റെ ഒരു പദവി മാത്രമേ ഉള്ളൂ. ഒരു സാധാരണ സംസ്ഥാനങ്ങൾക്ക് ബാധകമാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജമ്മു കാശ്മീരിന് ഇപ്പോൾ ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നേടിയ ആദ്യത്തെ ജമ്മു കാശ്മീർ വനിത എന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരാണത്? ആലിയ മിർ. ഓക്കെ, അവിടുത്തെ വൈൽഡ് ലൈഫ് കൺസർവേഷൻ്റെ ഹെഡും കൂടെയാണ് ആലിയ മിർ. രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആരാണത്? അത് ആദിത്യ സുരേഷാണ്.
ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ബോൺ ഡിസീസസും എല്ലാം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു സിംഗറായ അല്ലെങ്കിൽ നല്ലൊരു സംഗീതത്തിൽ ഒരു ഉയർന്ന സ്ഥാനം നേടിയ ഒരു കുട്ടിയാണ് അല്ലേ ആദിത്യ സുരേഷ്. അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ അതൊന്നും തൻ്റെ ലിമിറ്റേഷൻസ് അല്ല എന്ന് തെളിയിച്ച ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ബാലനാണ് ആദിത്യ സുരേഷ്. അപ്പോൾ ആ രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ നമ്മുടെ സ്വന്തം മലയാളിയാണ് ആദിത്യ സുരേഷ്. അടുത്തത് 2023 സാമൂഹിക ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയ മലയാളിയും ആര് തന്നെയാണ്? നമ്മുടെ ആദിത്യ സുരേഷാണ്. എന്താണ്? ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം. അപ്പോൾ ആദിത്യ സുരേഷിന് ഈ ഒരുപാട് നമുക്കറിയാം വീൽ ചെയറിലാണ് അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബോൺ ഡിസീസസും അങ്ങനെയുള്ള ഒരുപാട് ശാരീരിക അവശതകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ കുട്ടി ഒരു സംഗീതത്തിൽ ഒരുപാട് മികവ് തെളിയിക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മുടെ രാഷ്ട്രം ബഹുമതികൾ നൽകി ആദരിക്കുകയും ചെയ്തൊരു കുട്ടിയാണ്. രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയതാരെന്ന് ചോദിച്ചാലും ആദിത്യ സുരേഷാണ്. അതുപോലെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരം നേടിയതും ആര് തന്നെയാണ്? അത് ആദിത്യ സുരേഷാണ്. അടുത്തത് ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ആരാണ്? ദീപിക മിശ്ര. ആരാണ്? ദീപിക മിശ്ര. ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യോമസേന ഉദ്യോഗസ്ഥയാണ്. എന്നാൽ വ്യോമസേനയിലെ ആദ്യത്തെ എയർഫോഴ്സ് കോമ്പാറ്റ് പൈലറ്റ് നമ്മൾ ഇത് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ആരാണത്? അവനി ചതുർവേദി അല്ലെ? അവനി ചതുർവേദിയാണ്. ആ ഒരു ക്വസ്റ്റിനും ഈ ഒരു ക്വസ്റ്റിനും കൂടെ മാറിപ്പോകരുത്. അവനി ചതുർവേദി ഓൾറെഡി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ടായിട്ട് കഴിഞ്ഞ കൊല്ലങ്ങളിലുള്ള എക്സാംസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതെന്താണ്? ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് ദീപിക മിശ്ര. സാമൂഹ്യ പ്രവർത്തകർക്ക് വൈക്കം അവാർഡ്. വൈക്കം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വൈക്കം സത്യാഗ്രഹം, കേരളം ഇല്ലേ, ഇങ്ങനെ നമ്മുടെ മൈൻഡ് അങ്ങ് പോവുക അല്ലേ. പക്ഷേ വൈക്കം അവാർഡ് സാമൂഹിക പ്രവർത്തകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയത് ആരാണ്? അത് തമിഴ്നാടാണ്. ആരാണ്? തമിഴ്നാടാണ്. കേരളമല്ല വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരാണ്? തമിഴ്നാടാണ്. ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ 2022 ലഭിച്ചത് ആർക്കൊക്കെ? അജിത് കുമാർ ഡോവൽ, നമ്മുടെ സുരക്ഷാ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് അല്ലേ അജിത് കുമാർ ഡോവൽ. അതുപോലെ തന്നെ പ്രസൂൺ ജോഷിക്കും അജിത് കുമാർ ഡോവലിനുമാണ് ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ 2022 ലഭിച്ചത്. എന്നാൽ മരണാനന്തരം ലഭിച്ച ആൾക്കാരുണ്ട്. ആരൊക്കെയാണ്? ബിപിൻ റാവത്ത്, ഗിരീഷ് ചന്ദ്ര തിവാരി, വിരേൻ ദാങ്വാൾ. അപ്പോൾ ബിപിൻ റാവത്ത് ആരാണ്? നമ്മുടെ ചീഫ് ഓഫ് ദി ഡിഫൻസ് സ്റ്റാഫ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബിപിൻ റാവത്ത് നമ്മുടെ കുനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ ഫസ്റ്റ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിരുന്നു. ആര്? ബിപിൻ റാവത്ത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണത്തെ പറ്റിയൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗിരീഷ് ചന്ദ്ര തിവാരി ആരാണ്? അദ്ദേഹം ഒരു സംഗീത സംവിധായകനായിരുന്നു അല്ലേ, ലിറിസിസ്റ്റ് ഒക്കെ ആയിരുന്നു ഗിരീഷ് ചന്ദ്ര തിവാരി. ഇനി വിരേൻ ദാങ്വാളോ? അദ്ദേഹം ഒരു കവിയായിരുന്നു അല്ലേ, വിരേൻ ദാങ്വാൾ. അപ്പം ബിപിൻ റാവത്ത്, ഗിരീഷ് ചന്ദ്ര തിവാരി, വിരേൻ ദാങ്വാൾ എന്നിവർക്കാണ് മരണാനന്തരം ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ ലഭിച്ചത്. അപ്പോൾ ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ആരാണ്? അത് ദീപിക മിശ്ര. സാമൂഹ്യ പ്രവർത്തകർക്ക് വൈക്കം അവാർഡ് ഏർപ്പെടുത്തിയത് തമിഴ്നാടാണ്. ഉത്തരാഖണ്ഡ് ഗൗരവ് സമ്മാൻ 2022 ലഭിച്ചത് അജിത് കുമാർ ഡോവലിനും പ്രസൂൺ ജോഷിക്കുമാണ്. എന്നാൽ മരണാനന്തരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ബിപിൻ റാവത്ത്, ഗിരീഷ് ചന്ദ്ര തിവാരി, വിരേൻ ദാങ്വാൾ. അടുത്തത് ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാന്റെ സൗഹാർദ്ദ സമ്മാൻ 2022 പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? അത് പ്രൊഫസർ KS സോമനാഥൻ നായർ. അപ്പോൾ പ്രൊഫസർ KS സോമനാഥൻ നായർ എന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ ISROയുടെ ചെയർമാനായിരുന്ന S സോമനാഥാണെന്ന് വിചാരിക്കരുത്. ഇദ്ദേഹം ഒരു പ്രൊഫസറുമാണ്. അതുപോലെ തന്നെ ഹിന്ദിയിലൊക്കെ കവിതകളും നോവൽസും ഒക്കെ എഴുതുന്ന ഒരാളാണ് പ്രൊഫസർ KS സോമനാഥൻ നായർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൻ്റെ ഹിന്ദി സംസ്ഥാൻ സൗഹൃദ് സമ്മാൻ സൗഹാർദ്ദ സമ്മാൻ
പുരസ്കാരത്തിന് അർഹനായ മലയാളി എന്ന ആ ഒരു അംഗീകാരം ലഭിച്ചത്. അപ്പോൾ ഹിന്ദി സംസ്ഥാനത്തെ സൗഹാർദ് സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? പ്രൊഫസർ KS സോമനാഥൻ നായർ. സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2023 മികച്ച വിദ്യാഭ്യാസ ചിത്രം, എഡ്യൂക്കേഷണൽ മൂവി എന്ന ആ ഒരു ഇനത്തിൽ പുരസ്കാരം നേടിയ ചിത്രം ഏതാണ്? എഴുത്തോല. പണ്ടൊക്കെ വിദ്യാഭ്യാസമല്ല, എഴുത്തോലകളിലായിരുന്നു അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസ ചിത്രമാണെന്ന് ഓർക്കുക. അതിന് ഏതാണ്? സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ് മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം എഴുത്തോല നേടിയത്. അപ്പോൾ ഉണ്ണികളല്ലേ എഴുത്തോലയിൽ ഇരുന്ന് പഠിക്കുക അല്ലേ? അപ്പോൾ എഴുത്തോല സംവിധാനം ചെയ്തത് ആരാണ്? സുരേഷ് ഉണ്ണികൃഷ്ണൻ. എഴുത്തോല സംവിധാനം ചെയ്തത് ആരാണ്? സുരേഷ് ഉണ്ണികൃഷ്ണൻ. ചിൽഡ്രൻ ചാമ്പ്യൻസ് അവാർഡ് 2023 നേടിയ ആസാമിലെ സംഘടന ഏതാണ്? തപോബൻ. ചിൽഡ്രൻസ് ചാമ്പ്യൻസ് അവാർഡ് 2023 നേടിയ ആസാമിലെ സംഘടനയാണ് തപോബൻ. അപ്പോൾ ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാനത്തെ സൗഹാർദ്ദ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഫസർ KS സോമനാഥൻ നായരാണ്. നമ്മുടെ ISRO ചെയർമാനായിരുന്ന S സോമനാഥ് അല്ല, പ്രൊഫസർ KS സോമനാഥൻ നായർ. സുന്ദർബൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ മികച്ച വിദ്യാഭ്യാസ ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? അല്ലെങ്കിൽ ഏത് മൂവിയാണ്? എഴുത്തോലയാണ്. അതിൻ്റെ സംവിധായകൻ സുരേഷ് ഉണ്ണികൃഷ്ണൻ. ചിൽഡ്രൻസ് ചാമ്പ്യൻസ് അവാർഡ് 2023 നേടിയ ആസാമിലെ സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തപോബൻ ആണ്. തപോബൻ. അടുത്തത് ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2023 നേടിയതാരാണ്? അത് റൂസിയാങ് ഷാങ് ആണ്. ഓക്കെ, ഒരു ചൈനീസ് ശാസ്ത്രജ്ഞനായ റൂസിയാങ് ഷാങ്ങിനാണ് ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2023 ലഭിച്ചത്. സമ്മാനത്തുക $19,000. നമുക്കറിയാം CV രാമൻ വളരെ പ്രശസ്തനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അല്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം. അത് 2023 ലഭിച്ചത് ആർക്കാണ്? റൂസിയാങ് ഷാങ്. സമ്മാനത്തുക ഏകദേശം $19,000 ആണ്. 8ാമത്തെ മഹാകവി കനയ്യാലാൽ സേത്തിയ കവിതാ പുരസ്കാരം നേടിയത് ആരാണ്? നമ്മുടെ സ്വന്തം K സച്ചിദാനന്ദനാണ്. ഓക്കെ, അപ്പോൾ 8ാമത്തെ മഹാകവി കനയ്യാലാൽ സേത്തിയ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K P അല്ല, K സച്ചിദാനന്ദനാണ്. ഓക്കെ, 2 ഓപ്ഷനും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ PSCക്ക് തരാം ഇല്ലേ? അങ്ങനെ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്, K സച്ചിദാനന്ദനും P സച്ചിദാനന്ദനും. ഓക്കെ, അപ്പോൾ K സച്ചിദാനന്ദനാണ് 8ാമത്തെ മഹാകവി കനയ്യാലാൽ സേത്തിയ പുരസ്കാരം ലഭിച്ചത്. കനയ്യാലാൽ K അല്ലേ? K വെച്ചല്ലേ 2 തുടങ്ങുന്നത്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കനയ്യാലാൽ സേത്തിയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? K സച്ചിദാനന്ദനാണ്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മികച്ച പാർലമെന്ററിനുള്ള സൻസദ് പുരസ്കാരം 2023 നേടിയ മലയാളി MP ആരാണ്? അത് ജോൺ ബ്രിട്ടാസ് ആണ്. ആർക്കാണ് മികച്ച MPക്കുള്ള സൻസദ് ആദർശ പുരസ്കാരം ലഭിച്ചത്? നമ്മുടെ ജോൺ ബ്രിട്ടാസിനാണ്. അപ്പോൾ മലയാളിയായ MP എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ശാസ്ത്ര രാമാനുജൻ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? അത് റൂസിയാങ് ഷാങ്ങിനാണ്. സമ്മാനത്തുക $19,000 ആണ്. ഇനി 8ാമത്തെ മഹാകവി കനയ്യാലാൽ സേത്തിയ കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് K സച്ചിദാനന്ദൻ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നൽകുന്ന അല്ലെങ്കിൽ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് ആദർശ് പുരസ്കാരം 2023 ലഭിച്ച മലയാളി MP ആരാണ്? അത് ജോൺ ബ്രിട്ടാസ്. ആരാണ്? ജോൺ ബ്രിട്ടാസ്. അടുത്തത് നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ്. ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2022 നാഷണൽ ചോദിക്കുന്നതാണ്. ഇപ്പോൾ 2018 വരെയുള്ള ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് കണ്ടവർക്ക് അറിയാം. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് സോർട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സും നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് 2022 ആർക്കാണ് ലഭിച്ചത്? ഏത് സിറ്റിക്കാണ്? ഇൻഡോർ. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ക്ലീനസ്റ്റ് സിറ്റി അവാർഡ്സ് കിട്ടുന്ന നമ്മുടെ ഒരു സിറ്റിയാണ് അല്ലെങ്കിൽ നഗരമാണ് ഇൻഡോർ അല്ലേ? ഇനി സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? അത് മധ്യപ്രദേശാണ്. ഇൻഡോറും മധ്യപ്രദേശിൽ തന്നെയാണ് അല്ലേ? അപ്പം സംസ്ഥാനങ്ങളിൽ 1ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്?
മധ്യപ്രദേശാണ്. അപ്പം നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് 2022 ലഭിച്ചത് ഇൻഡോറിനാണ്. എന്നാൽ സംസ്ഥാനങ്ങളിൽ 1-ാം സ്ഥാനം ലഭിച്ചതോ മധ്യപ്രദേശ്. കേരള ബംഗാൾ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി ബംഗഭാരത് 2023 ലഭിച്ചത് ആർക്കാണ്? MK സാനു. എല്ലാ നവോത്ഥാന നായകന്മാരുടെയും ഓട്ടോബയോഗ്രഫി എഴുതുന്ന ആളാണല്ലേ MK സാനു അല്ലേ? അദ്ദേഹത്തിൻ്റെ നമ്മൾ ബുക്സ് പഠിച്ചപ്പോൾ MK സാനുവിൻ്റെ ആത്മകഥയെ പറ്റിയും എല്ലാം പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാണാത്തവരതൊന്ന് കണ്ടോളുക. ഓക്കെ, അപ്പോൾ കേരള ബംഗാൾ സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായിട്ട് ബംഗഭാരത് 2023 ലഭിച്ചത് ആർക്കാണ്? MK സാനുവിനാണ്. 2023 ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് അവാർഡ് നേടിയത് ആർക്കാണ്? അത് നമ്മുടെ ISROയുടെ ചെയർമാനായ S സോമനാഥ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2023 ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? അത് S സോമനാഥ്. നമ്മുടെ നാഷണൽ സ്മാർട്ട് സിറ്റി അവാർഡ് ഇൻഡോർ, അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ്. കേരള ബംഗാൾ സാംസ്കാരിക പരിപാടിയായ ആ ഒരു ഭാഗമായിട്ട് നടത്തുന്നതാണ് ബംഗഭാരത്. ആ ബംഗഭാരത് 2023 ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ MK സാനു. ഓക്കെ, കേരള ബംഗാൾ സാംസ്കാരിക പരിപാടിയുമായിട്ട് ബംഗഭാരത് 2023 ലഭിച്ചത് MK സാനു. 2023 ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് അവാർഡ് നേടിയത് ആരാണ്? നമ്മുടെ ISRO ചെയർമാനായ S സോമനാഥനാണ്. അടുത്തത് 2023 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അതും S സോമനാഥ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2023 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് S സോമനാഥ് ആണ്. അപ്പോൾ ഈ ഒരു സോമനാഥൻ നായരുമായിട്ട് മാറിപ്പോരുത്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാനത്തെ സൗഹാർദ്ദ സമ്മാൻ ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ KS, ഒരു കെയുടെ ഒരു കൂടുതൽ മാത്രമേ ഉള്ളൂ അല്ലേ, KS സോമനാഥൻ നായരാണ്. അത് S സോമനാഥുമായിട്ട് 2 ഓപ്ഷനും വെച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രൊഫസർ KS സോമനാഥൻ നായരാണ്. അപ്പോൾ 2023 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് S സോമനാഥാണ്. അതുപോലെ ഗ്ലോബൽ എനർജി പാർലമെൻറ്റ് അവാർഡ് നേടിയതും ആര് തന്നെയാണ്? നമ്മുടെ S സോമനാഥാണ്. അടുത്തത് കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ്. ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് ലഭിച്ചത് കാന്തല്ലൂർ ഇടുക്കിയാണ്. ഓക്കെ, ഇടുക്കിയിലെ കാന്തല്ലൂരിനാണ് നമ്മുടെ കേന്ദ്ര ടൂറിസം വകുപ്പ് പ്രഖ്യാപിച്ച ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ്. ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അത് ലഭിച്ചത് എവിടെയാണ്? കാന്തല്ലൂർ, ഇടുക്കി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മെയിനായിട്ട് നാഷണൽ അവാർഡ്സ്, പെക്യുലിയർ ആയിട്ടുള്ള നാഷണൽ അവാർഡ്സ്, അത് മലയാളികൾ കൂടുതലായിട്ട് നേടിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഞാനത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ച് വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് കാണാം. ബൈ.